നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച അത് ഡൽഹിയെ അസ്വസ്ഥമാക്കാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ ആഴ്ചകൾ പിന്നിടുകയാണ്. ഒരാഴ്ചയായി പക്ഷേ പ്രക്ഷോഭത്തിൻ്റെ രൂപം മാറി, സ്വഭാവം മാറി. അക്ഷരാർത്ഥത്തിൽ സർക്കാർ സമരക്കാരുമായി ചർച്ചയ്ക്കെത്തേണ്ട പശ്ചാത്തലം പോലും CJP സമരം ഒരുക്കി. അതിൽ പ്രധാനമായത് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ പിന്തുണയാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട്. ഈ സമരം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ ഇന്നും തുടരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കാര്യത്തിൽ ഇന്ന് നിലപാട് അറിയിക്കാമെന്നാണ് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ കേന്ദ്ര സർക്കാർ പ്രതിനിധികൾ വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദിവസത്തെ ഒടുവിലത്തെ നടപടി എന്നോണം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുന്ന നടപടി സർക്കാർ സ്വീകരിച്ചു. സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ നിയന്ത്രണങ്ങൾ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി പുറത്തുവിട്ട വീഡിയോയിൽ പ്രധാനമന്ത്രി, രണ്ടാമത്തെ വീഡിയോ ആണ്, ആദ്യം ഒരു വീഡിയോ പ്രധാനമന്ത്രിയുടേതായി വന്നിരുന്നു. ഇപ്പോൾ ഇന്നലെ വന്ന വീഡിയോയിൽ യുവാക്കൾക്ക് നന്ദി പറഞ്ഞാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. ആ വാക്കുകളിലേക്ക് ആദ്യം. थैंक यू फ्रेंड्स। कल देर रात आपसे मिलने का मौका मिल गया। मेरे जो वीडियो पोस्ट किया था उसको जिस प्रकार से आपने रिस्पॉन्ड किया, सकारात्मक सुझाव दिए, थैंक्स टू एवरीबॉडी। ये आपका प्यार बना रहेगा, हमारा नाता और अधिक सक्रियता से जुड़ता रहेगा। थैंक यू दोस्तों। VV വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, പ്രധാനമന്ത്രി, സർക്കാർ ഒക്കെ ഇപ്പോൾ യുവാക്കളുമായി നേരിട്ട് സംവദിക്കുക എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ചർച്ചകൾ നടക്കുന്നുണ്ട്. 2 ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചു എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇപ്പോഴും തീരുമാനമാകാത്തത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയുമായി ബന്ധപ്പെട്ടാണ്. എന്തെങ്കിലും തീരുമാനത്തിലേക്ക് സർക്കാർ എത്താനുള്ള സാഹചര്യമുണ്ടോ? ചർച്ചയുടെ ഒരു സ്വഭാവം എന്താണ്? രഞ്ജിത്ത്, 3ാം ഘട്ട ചർച്ചയാണ് ഇന്ന് നടക്കുക. ഉച്ചയ്ക്ക് 3 മണി കഴിഞ്ഞ് ചർച്ച നടക്കും എന്നതാണ് വിവരം. കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകൾ കേന്ദ്ര സർക്കാർ വളരെ ഫലപ്രദമായിരുന്നു എന്നാണ് വിലയിരുത്തുന്നത്. അതേസമയം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നും അത് ഒഴികെയുള്ള മറ്റ് ഉപാധികളൊന്നും അംഗീകരിക്കില്ല എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോഴും CJP മുന്നോട്ട് പോകുന്നത്. അതേസമയം ചില ഒത്തുതീർപ്പ് സാധ്യതകൾ സർക്കാർ മുന്നിൽ കാണുന്നുണ്ട്. JP നദ്ദയും ജിതേന്ദ്ര സിംഗുമാണ് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ പങ്കെടുത്തത്. ഇന്നും ഇവർ തന്നെയാകും പങ്കെടുക്കുക. ഇന്ന് ഉച്ചയോടുകൂടി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ ഒരു തീരുമാനം അറിയിക്കാമെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ അങ്ങനെ മന്ത്രിയുടെ രാജിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് രാഷ്ട്രീയമായി വലിയ പ്രതിരോധം സൃഷ്ടിക്കും എന്ന കാര്യം കേന്ദ്ര സർക്കാർ തിരിച്ചറിയുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഒരു മന്ത്രിക്ക് നേരെ നടക്കുന്ന സമരം അത് പിന്നീട് പ്രധാനമന്ത്രിക്ക് നേരെ വരെ മാറാനുള്ള സാധ്യതയുണ്ട്. കോൺഗ്രസിൻ്റെ ഈ സമരത്തിലെ ഇടപെടൽ തന്നെയാണ് അങ്ങനെ ഒരു സംശയത്തോടു കൂടി ഈ സമരത്തെ നോക്കിക്കാണാൻ BJPയെ പ്രേരിപ്പിക്കുന്നതും. അതുകൊണ്ട് കോൺഗ്രസിനെ ഒഴിവാക്കിക്കൊണ്ട് BJPയും CJPയുമായി ഒരു ധാരണ അല്ലെങ്കിൽ ഒത്തുതീർപ്പ് വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ രാജ്യത്തിന് വലിയ ഉത്തരവാദിത്വമുണ്ട് എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലും യുവാക്കൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു പരാമർശമാണ് ഉണ്ടായത്. നിങ്ങൾ നൽകിയ നിർദ്ദേശത്തെ വളരെ ഗൗരവത്തോടു കൂടി കാണുന്നു എന്ന കാര്യം തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞു വയ്ക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ രാജി ഒഴിവാക്കിക്കൊണ്ട് മറ്റെല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കുക എന്നൊരു നിലയിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഒരു തുടർച്ചയെന്നോണമാണ് ഇന്നലെ രാത്രി ഏറ്റവും ഒടുവിലത്തെ നടപടിയായി NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെയാണ് പിരിച്ചുവിട്ടുകൊണ്ടുള്ള തീരുമാനം വന്നത്. അതായത് ഈ ചോദ്യപേപ്പർ ചോർച്ച ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന അഴിമതിയാണെന്ന് കൃത്യമായി സർക്കാർ അങ്ങനെ ഒരു സന്ദേശമാണ് പുറത്തേക്ക് നൽകുന്നത്. മാത്രമല്ല, അതിനു മുൻപ് നടന്ന ചർച്ചയിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ അംഗീകരിച്ചു. അത് ഒന്ന് ഈ കുട്ടികൾക്ക് നഷ്ടപരിഹാരം നൽകുക എന്നതാണ്. മറ്റൊന്ന് FIRകൾ മുഴുവൻ പിൻവലിക്കുക, ഇതുവരെ എടുത്ത കേസുകൾ ഒഴിവാക്കുക എന്ന ഒരു തീരുമാനം. അതോടൊപ്പം തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയെ മാറ്റിക്കൊണ്ടുള്ള നടപടി വന്നത്. ഏറ്റവും ഒടുവിലത്തെ ഒരു പ്രഖ്യാപനമായിരുന്നു പുതിയ നിയമം കൊണ്ടുവരാൻ. അത് തിങ്കളാഴ്ച തന്നെ പാർലമെൻറ്റിൽ കൊണ്ടുവരാനാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോർത്തിയാൽ അവർക്ക് 10 വർഷം തടവും 10 കോടി രൂപ പിഴയും നൽകുന്ന തരത്തിലാണ് ഈ നിയമം കൊണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ, അങ്ങനെ ഒരു പ്രഖ്യാപനവും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. വിനോദ്, ഇതൊക്കെ സർക്കാരിന് വൈകിയെത്തിയ വിവേകമാണ്. നമുക്കറിയാം, അവഗണിച്ചിരുന്ന ഒരു സമരം അതിൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറിയപ്പോൾ ഇത്തരം നടപടികളിലേക്ക് നേരത്തെ തീരുമാനമെടുക്കേണ്ടതായിരുന്നു. ഉദ്യോഗസ്ഥരെ പുറത്താക്കുക, ശിക്ഷ കൂട്ടുക, ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് കോടതികൾ സ്ഥാപിക്കുക, ഇതിലൊക്കെ നേരത്തെ നടപടി എടുക്കേണ്ടതായിരുന്നു. പക്ഷേ അതിലൊന്നും ഇവർ തൽക്കാലം അതുമായി ബന്ധപ്പെട്ട് ഈ സമരം അവസാനിപ്പിക്കാനൊന്നും സാധ്യതയില്ലല്ലോ. പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ ഒരു നീക്കമുണ്ട്. വളരെ കൃത്യമായി തന്നെ കോൺഗ്രസ് ഈ സാഹചര്യം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. വലിയ പ്രതിഷേധത്തിലേക്ക് അവർ പോകുന്നുണ്ട്.
ഒരു അഡ്വാൻറ്റേജ് ഈ സമരത്തിൽ കോൺഗ്രസിനുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ 10 വർഷത്തെ നരേന്ദ്രമോദി ഭരണത്തിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസിന് ഇടപെടാൻ സാധിച്ചതും ഒരു വിജയമെന്ന് വേണമെങ്കിൽ കരുതാൻ സാധിക്കുന്നതുമായ ഒരു സമരമായി മാറിയ പശ്ചാത്തലം കൂടിയുണ്ട്. അപ്പോൾ അത്ര പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കുക എന്നുള്ളത് സർക്കാരിന് മുന്നിൽ എളുപ്പമല്ലല്ലോ വിനോദ്. കേന്ദ്ര സർക്കാർ തിരിച്ചറിയുന്ന, പ്രത്യേകിച്ച് BJP തിരിച്ചറിയുന്ന അപകടവും അതുതന്നെയാണ്. കോൺഗ്രസിൻ്റെ ഇടപെടൽ ഈ സമരത്തിൽ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ നീക്കമൊക്കെ തന്നെ വളരെ രഹസ്യമായിരുന്നു. രഞ്ജിത്ത് പറയും പോലെ 10 വർഷത്തിന് ശേഷം ഒരു ആവേശത്തോടു കൂടിയുള്ള കോൺഗ്രസിൻ്റെ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഇത്രയും യുവജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു നീക്കം എന്നൊക്കെ നമുക്ക് വിലയിരുത്താം. പക്ഷേ അവിടെയും ചില കളിയാക്കലുകൾ കോൺഗ്രസ് നേരിടുന്നുണ്ട്. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി കോൺഗ്രസിൻ്റെ നേതാക്കളെ, മുഖ്യമന്ത്രിമാരടക്കമുള്ളവരെ അവിടേക്ക് വിളിച്ചു വരുത്തുകയും കേക്ക് മുറിക്കുകയും തുടർന്ന് രാഹുൽ ഗാന്ധി അപ്രതീക്ഷിതമായ ഒരു പ്രഖ്യാപനം നടത്തുകയായിരുന്നു. സമരത്തിലേക്ക് ഇറങ്ങുകയാണ്, തെരുവിലേക്ക് ഇറങ്ങുകയായിരുന്നു എന്ന ഒരു പ്രഖ്യാപനം നടത്തുകയുമായിരുന്നു. അതല്ലാതെ ഒരു സമരത്തിന് വേണ്ടി വിളിച്ചിരുന്നെങ്കിൽ ഈ നേതാക്കൾ എത്തുമോ എന്നൊരു കാര്യം. മറ്റൊന്ന്, CJPയുടെ സമരത്തെ ചാരി കോൺഗ്രസ് ഇതിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം. ഇത് രണ്ടും തന്നെയാണ് BJP പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. കോൺഗ്രസിൻ്റെ നേതാക്കൾ എത്തുമോ ഇല്ലയോ എന്നത് അവരുടെ ആഭ്യന്തര കാര്യമാണെന്ന് പറയുമ്പോഴും CJPയുടെ സമരത്തിനെ കോൺഗ്രസ് ഹൈജാക്ക് ചെയ്യുന്നു എന്ന ഒരു ചിന്ത അവിടെ ഉയർന്നു വരുന്നുണ്ട്. മറ്റൊന്ന്, വാങ്ചുങ്ങിൻ്റെ നിരാഹാരം അവസാനിപ്പിക്കാൻ കഴിഞ്ഞത്, അത് ഇങ്ങനെ അദ്ദേഹത്തിന് പാനീയങ്ങൾ നൽകിക്കൊണ്ട് കേന്ദ്രമന്ത്രിമാരാണ് ഈ സമരം അവസാനിപ്പിച്ചത്. മാത്രമല്ല ഈ വാങ്ചുങ്ങും അതോടൊപ്പം തന്നെ അഭിജിത്ത് ദീപ്കയുമായി ചില പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ അവർ തമ്മിൽ ആശയപരമായ ചില ഭിന്നതകൾ ഇപ്പോൾ നിലനിൽക്കുന്നു എന്ന തരത്തിലുള്ള ചില സൂചനകൾ വരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് വാങ്ചുങ് നിരാഹാരം അവസാനിപ്പിക്കുകയും ഇന്നലെ രാത്രി പ്രധാനമന്ത്രിയുടെ ഈ വീഡിയോ വന്നതിന് ശേഷം അഭിജിത്ത് ദീപ്കയുടെ ഒരു വീഡിയോ പുറത്തു വന്ന് സമരക്കാരെ അഭിസംബോധന ചെയ്യുന്നതാണ്. അതിൽ അഭിജിത്ത് പറയുന്നത് ഈ നിഷ്ഠയിൽ കൂടുതൽ സജീവമാകാൻ കേന്ദ്ര സർക്കാരിനോട്, കേന്ദ്രമന്ത്രിമാരോട് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നത്, ഇങ്ങനെയാണോ സമരം അവസാനിപ്പിക്കുന്നതെന്ന ചോദ്യമൊക്കെയാണ് ഒരു വശത്ത് അഭിജിത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രഞ്ജിത്ത്, തിങ്കളാഴ്ച വരെ ഈ രാജി നീട്ടിക്കൊണ്ടുപോവുക, അതിനുശേഷം നിയമം കൊണ്ടുവന്ന് ഈ സമരത്തെ ഒന്നുകൂടി തണുപ്പിക്കാനായിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ ശ്രമമെന്ന വിവരങ്ങളാണ് വരുന്നത്. മറ്റൊന്ന്, മന്ത്രിസഭ പുനഃസംഘടന വരുന്നുണ്ട്. ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റിക്കൊണ്ട് മറ്റൊരു വകുപ്പിലേക്കോ മറ്റോ മാറ്റിക്കൊണ്ടുള്ള ഒരു സമവായം, അല്ലെങ്കിൽ ഒരുപക്ഷെ അങ്ങനെ ഒരു ഉറപ്പ് നൽകിക്കൊണ്ട് ഈ സമരം തീർത്തേക്കുമെന്നുള്ള ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ഏതായിരുന്നാലും ഡൽഹിയിൽ കനത്ത നിയന്ത്രണങ്ങൾ തുടരുകയാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ 18 മെട്രോ സ്റ്റേഷനുകൾ പൂർണ്ണമായും അടച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനം 7:30 മണിയോടുകൂടി, അല്പസമയത്തിനുള്ളിൽ ഈ മെട്രോ സ്റ്റേഷനുകളുടെ പ്രവർത്തനം പൂർണ്ണമായി അവസാനിപ്പിക്കും. അതോടൊപ്പം തന്നെയാണ് ഈ ഓൺലൈൻ ടാക്സി, ഓൺലൈൻ ഭക്ഷണ വിതരണം, ഈ രണ്ട് കാര്യങ്ങൾക്കും വലിയ നിയന്ത്രണമാണ് ഇപ്പോൾ ഡൽഹിയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായും 2 ദിവസം കൂടിയാണ് CJP സർക്കാരിന് സമയം നൽകിയിരിക്കുന്നത്. അതിനകം തീരുമാനമുണ്ടായില്ലെങ്കിൽ, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയുമായി ബന്ധപ്പെട്ട് തീരുമാനമുണ്ടായില്ലെങ്കിൽ രാജ്യവ്യാപക പ്രക്ഷോഭമെന്നാണ് അവരുടെ മുന്നറിയിപ്പ്. ഏതായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചെറിയ വിഷയമല്ല. കാര്യങ്ങൾ കൈവിട്ടുപോയി എന്നുള്ള ഫീൽ സർക്കാരിനകത്ത് തന്നെയുണ്ട്. അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ പ്രധാനമന്ത്രിക്കുള്ളത്.